ഈ പറഞ്ഞ വളരെ തുച്ഛമായ നമ്മൾ ഈ പറയുന്ന ഈ നമുക്ക് ഊഹിക്കാം ഈ പറഞ്ഞ ഈ നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പം അഭിനയിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എത്രത്തോളം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു റെമ്യൂണറേഷൻ കിട്ടുമെന്നുള്ളത്. ആ ഒരു റെമ്യൂണറേഷൻ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ ശരിക്കും? ഓഹോ, സത്യസന്ധമായി പറഞ്ഞ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. നടന്നു പോകണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അരിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, റേഷനറി ഉള്ളതുകൊണ്ട് ടെൻഷൻ, നോ ടെൻഷൻ. അപ്പം പിന്നെ ബാക്കി കൊച്ചിൻ്റെ കാര്യമോ പപ്പ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളാണ്. ഡെയിലി ആള് ഒരു 5-8 ഗുളികയെങ്കിലും കഴിക്കും. ഈ അറ്റാക്ക് ഒരു ടെൻറ്റ് ഇതിട്ടേക്കുമാണ് എന്താ എനിക്കറിയില്ല, സ്റ്റെഡ്, ഓക്കെ സോറി, അറിയില്ലത് പറയാൻ. അത് ഇട്ടേക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് എന്നും ടാബ്ലറ്റ് വേണം. അതുപോലെ ഇവിടെ വേറൊരു പ്രോസ്റ്റോട്ട് ഗ്രന്ഥിയോ എന്താ അതിൻ്റെ പേരറിയില്ല, അങ്ങനെ എന്തോ സംതിങ്, എനിക്കറിയില്ല, പേരറിയില്ല. നിങ്ങൾ കളിയാക്കുന്നൊരു കളിയൊക്കെ കുഴപ്പമില്ല, എനിക്ക് അറിയില്ല അതൊന്നും. അപ്പം അത് ഓപ്പറേഷൻ, സൂചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേന്നായിരുന്നു സീരിയസ് ആയിട്ട് കിടന്നത്. ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. സൂചേട്ടനാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പപ്പായെ ഇറക്കിക്കൊണ്ട് വരുന്നത്. സൂചേട്ടൻ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഏട്ടൻ മരിക്കാനുള്ള ആ ഒരു യാത്രയിലേക്ക് പോകുന്നത്. മരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആ അവസാന യാത്രയിലേക്ക് പോകുന്ന പ്രോഗ്രാമിലേക്ക്. അപ്പം തലേന്ന് കൂടുതലായിട്ട് കിടക്കുമായിരുന്നു പപ്പായ്ക്ക്. അപ്പം ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വിടാൻ പറ്റുമോ ജോലിക്ക്? പ്രായമുള്ള മനുഷ്യരല്ല അവരിവിടെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. ആരുമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ചേച്ചിയാണെങ്കിലും ചേച്ചിയെ കൊണ്ട് ഒരു ചെറിയൊരു ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. ഇപ്പം അവളുടെ ഫാമിലി നോക്കണ്ടേ, അവളുടെ ഫാമിലി അവർ തൊട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അടുത്ത് ഞങ്ങൾ വിളിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഈ പ്രായമുള്ള അപ്പനെയും അമ്മയും ഞാൻ എന്നാ ചെയ്യും? അപ്പോൾ വിളിക്കാൻ ആരെങ്കിലും വേണ്ട. അതിന് തൊട്ടടുത്ത് അവർ അവിടുന്ന് വാടകയ്ക്ക് മാറിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകെ വാടകയ്ക്ക് താമസിക്കാം. ആ വീട് ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കാണ്, അല്ല ഞങ്ങളുടെ വീട്ടിലല്ല അവർ താമസിക്കുന്നത്. പിന്നെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് നോക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിൽ സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് വീട്ടിൽ വരും പപ്പായമ്മയും. എന്നിട്ട് വൈകിട്ട് ചേച്ചി ജോലി കഴിഞ്ഞിട്ട് ഇവരെയും കൊണ്ടുപോകും. അല്ലാതെ എൻ്റെ വീട്ടിലല്ല അവർ കിടക്കുന്നത്. എന്തൊക്കെയാണ് ജനങ്ങൾ പറയുന്നത്?